Hello everyone. Now we are going to do the next topic, data integration. Okay, merging of data from multiple data sources. എവിടൊക്കെയാണോ നമുക്ക് more than one data sources ഉള്ളത് അവിടൊക്കെയാണ് നമുക്ക് integration ആവശ്യമുള്ളത്. ഈ integration സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ data warehouses create ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഈ merge ചെയ്യുന്ന സമയത്ത് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay, now when we are creating data warehouses, പല സോഴ്സുകളിൽ നിന്നും ഒരു ഡേറ്റ വെയർഹൗസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും കെയർഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, കെയർഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് റിഡൻഡൻസിയും ഇൻകൺസിസ്റ്റൻസീസും ഒന്നും ഇല്ലാതെ നമുക്ക് ഡേറ്റ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മാക്സിമം പെർഫെക്റ്റ് ആയിരിക്കും എന്നല്ല, ബട്ട് മാക്സിമം റിഡൻഡൻസീസ് കുറച്ച് ഇൻകൺസിസ്റ്റൻസീസ് കുറച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്റഗ്രേഷൻ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഇസ് യൂസ് ടു ഇംപ്രൂവ് ദി ആക്യുറസി ആൻഡ് സ്പീഡ്. മൈൻഡ് ചെയ്യുന്ന സമയത്ത്, സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ആൻസേഴ്സ്, റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ പ്രോപ്പർ ഇന്റഗ്രേഷൻ സഹായിക്കും. Okay, now the first thing is, how do we identify രണ്ട് സോഴ്സുകളിൽ കിടക്കുന്ന two different attributes ഒരേ സംഭവമാണ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതാണ് ആദ്യത്തെ കാര്യം, entity identification problem. Okay, for example, how can we be sure that two attributes from different sources refer to the same attribute? Same ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് മേജർ കാര്യങ്ങളാണുള്ളത്. ഒന്ന് മെറ്റാഡേറ്റ, രണ്ട് structure. Okay, now the metadata is description of the data. അതിന്റെ പേര്, അതിന്റെ അർത്ഥം, data type, range, okay, null rules എന്തൊക്കെയാണ്, blank, zero, null values അതൊക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ chances are that this metadata will be very similar. Okay, so it helps to avoid errors in schema integration. അടുത്തത് ട്രാൻസ്ഫോം, ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്തും സപ്പോസിങ് രണ്ട് ആട്രിബ്യൂട്ട്സ് ടു ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും എടുക്കുമ്പോൾ കോഡ് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പേ ടൈപ്പ്. ഒരു ഡേറ്റാബേസിൽ പേ ടൈപ്പ് എച്ച് അല്ലെങ്കിൽ എസ് എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, എച്ച് ഇസ് ഫോർ അവർലി ആൻഡ് എസ് ഇസ് ഫോർ സാലറീഡ്. ആൻഡ് മറ്റേതില് 1 അല്ലെങ്കിൽ 2 എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഏത് രീതിയിലായിരിക്കണം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അത് ഒരു ഡിസിഷൻ ആണ്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ദ മെറ്റാ ഡേറ്റ. അടുത്തത് സ്ട്രക്ചർ എന്നുവെച്ചാൽ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ മറ്റ് ഡീറ്റെയിൽസ്, ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയാണ്, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് അതിൽ ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അതും ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട് സെയിം ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നൗ തിങ് ഇസ് ദാറ്റ് പലയിടത്ത് കിടക്കുന്ന സെയിം ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. അപ്പൊ അതിനെ നമ്മൾ കൺവേർട്ടും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സപ്പോസിങ് ഒരു സിസ്റ്റത്തിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഓർഡറേലാണ് അപ്ലൈ ചെയ്തത്, വേറൊരു സിസ്റ്റത്തിൽ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തേലാണ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തതെങ്കിൽ ആ രണ്ട് ഡിസ്കൗണ്ടും സെയിം ആണോ അല്ലയോ എന്നുള്ള ഡിസിഷൻ എക്സ്പേർട്ട് എടുക്കണം. ഏത് രീതിയിലാണ് നമ്മുടെ ഡേറ്റ വെയർഹൗസിൽ അത് സ്റ്റോർ ചെയ്യേണ്ടതെന്നും ഇറ്റ് ഷുഡ് ബി മെയ്ഡ്. ഓക്കെ, സോ ഇത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇത്രയും കാര്യങ്ങൾ നോക്കി പഠിച്ച് ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്റഗ്രേഷനിൽ വരുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് തിങ് ഇസ്, ഹൗ ഡു വി അവോയ്ഡ് റിഡൻഡൻസി ആൻഡ് കോറിലേഷൻ. റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ശരിക്കും കോറിലേഷൻ. ഓക്കെ, അതിൽ നോമിനൽ ഡേറ്റ ആണ് റിഡൻഡന്റ് ആയിട്ടുള്ളതെങ്കിൽ, നോമിനൽ ഡേറ്റാസിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ന്യൂമറിക് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ടെസ്റ്റ് ആണ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോവേരിയൻസ് ടെസ്റ്റ്. ഓക്കെ, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. Okay,
സോ എപ്പോഴാണ് റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സ് വരുന്നത്? ഒന്ന്, പ്രോപ്പർ ആയിട്ടല്ല സ്കീമ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരിയും റിഡൻഡന്റ് ഡേറ്റ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ഡേറ്റകൾ പലതും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിറൈവ്ഡ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് പലതും ഉണ്ട്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സും നമ്മൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഡിറൈവ്ഡ് ഡേറ്റ. ഓക്കെ, സോ ഡിറൈവ്ഡ് ഡേറ്റ ഇസ് ആക്ച്വലി ഫ്രം അതർ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അനദർ പ്രോബ്ലം ഇൻ ഇന്റഗ്രേഷൻ റിഡൻഡൻസി ഉണ്ടാവാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ആട്രിബ്യൂട്ട്സ് ഓർ ഡയമെൻഷൻ നെയിമിംഗ്. ഓക്കെ, അപ്പൊ പല സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന വാല്യൂ ഒരേ വാല്യൂ ആണെങ്കിലും പല രീതിയിൽ അതിനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ നെയിം ചെയ്ത് വെച്ചിരിക്കുന്നു, ഡയമെൻഷൻസ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് സെയിം ആണോ അല്ലയോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഡ്യൂപ്ലിക്കേഷൻസ് വരാം. ഓക്കെ, വെയർഹൗസിൽ വരുന്ന കാര്യമാണ് പറയുന്നത്, അവിടെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി ഈ റിഡൻഡൻസീസ് ഏത് രീതിയിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? റിഡൻഡൻസീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇഫ് ടു ആട്രിബ്യൂട്ട്സ് ആർ വെരി മച്ച് സിമിലർ, അങ്ങനെ സിമിലർ ആണെങ്കിൽ ഒബ്വിയസ്ലി കോറിലേഷൻ ഹൈ ആയിരിക്കും. എന്നാൽ സെയിം ആട്രിബ്യൂട്ട് അല്ല അല്ലെങ്കിൽ സിമിലർ ആട്രിബ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ കോറിലേഷൻ കുറവായിരിക്കും. അതേ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട്സിനെ കീപ്പ് ചെയ്യണോ അതോ രണ്ട് ആട്രിബ്യൂട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. Okay, now we are going to look at the chi-square and the correlation analysis. Ini chi-square, please, if you do not have a pen, paper and calculator at this time with you, you need to pause the video, go get a pen, paper and calculator and do the calculations as and when I am explaining this to you. Okay, ചുമ്മാ ഇരുന്ന് കേട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയും വേണം. Okay, so നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ നോമിനൽ ഡേറ്റ ആണ്. വാട്ട് ഇസ് നോമിനൽ ഡേറ്റ? ഓർമ്മയുണ്ടോ എന്താണ് നോമിനൽ ഡേറ്റ എന്ന്? കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് നോമിനൽ ഡേറ്റ, വിച്ച് കനോട്ട് ബി ഓർഡേർഡ്. ഓക്കെ, സോ മുടിയുടെ കളർ, കണ്ണിന്റെ കളർ, ഷർട്ടിന്റെ കളർ, ഇതെല്ലാം നോമിനൽ ഡേറ്റയാണ്. ഓക്കെ, വെറാസ് ഷർട്ടിന്റെ സൈസ് കാറ്റഗോറിക് ആണെങ്കിൽ പോലും അതിന് ഓർഡർ ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, XXL എന്നൊക്കെ പറയുമ്പം നമുക്ക് അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഓർഡർ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അത് നോമിനൽ അല്ല, ഓർഡിനൽ. ഓക്കെ, കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ വിച്ച് ഇസ് നോട്ട് ഓർഡേർഡ് ഇസ് നോമിനൽ ഡേറ്റ. ഓക്കെ, അങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ ടു ആട്രിബ്യൂട്ട്സ്, നോമിനൽ ആട്രിബ്യൂട്ട്സിനെയാണ് ഞാൻ കോറിലേഷൻ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് chi-square correlation യൂസ് ചെയ്യാം. ഓക്കെ, സോ സപ്പോസിങ് വി ഹാവ് ടു നോമിനൽ ഡേറ്റ എ ആൻഡ് ബി. എക്കകത്ത് C ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട് ആൻഡ് ബിക്കകത്ത് R ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഈ സിയും ആറും സപ്പോസിങ് ഞാൻ ഷർട്ടിന്റെ കളേഴ്സ് ആണ് പറയുന്നതെന്ന് വിചാരിക്കുക, വൈറ്റ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അങ്ങനെയാണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആണുള്ളത്. സോ എ ഷർട്ടിന്റെ കളർ, ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ്, ഷർട്ടിന്റെ കളർ ആണെന്നുണ്ടെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണെങ്കിൽ സി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്നത് എഗെയിൻ വേറെ ഏതെങ്കിലും നോമിനൽ വാല്യൂ ആണെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടോ അതാണ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെ ലെറ്റ്സ് അസ്യൂം ദാറ്റ് എ ഹാസ് ഗോട്ട് C ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആൻഡ് ബി ഹാസ് ഗോട്ട് R ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. Okay, so A-യിൽ A1, A2, etc. AC and B-യിൽ B1, B2, etc. BR distinct values ഉണ്ട്, വ്യത്യസ്തമായ വാല്യൂസ് ഉണ്ട്. ഓക്കെ, കണ്ടിജൻസി ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എക്സാമ്പിളും കൂടെ ചേർത്ത് പറയാൻ പോവാണേ. ഈ എക്സാമ്പിൾ എടുത്തു നോക്കുക. ഇവിടെ നമുക്ക് കോറിലേഷൻ അവർ കണ്ടിജൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ജെൻഡർ ആണ് ഒരു എ എന്ന് പറയുന്നത് ജെൻഡറും ബി എന്ന് പറയുന്നത് പ്രിഫേർഡ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ജെൻഡറിൽ മെയിലും ഫീമെയിലും മാത്രമേ തന്നിട്ടുള്ളൂ. സോ C is
2. And preferred reading fiction and non-fiction തന്നിട്ടുണ്ട്. So ഇവിടെ R is also 2. So we have a 2x2 contingency table where fiction, non-fiction is on the y-axis and male and female is the x-axis. So male and female are the columns and fiction and non-fiction are the rows. Okay. So the data tuples in A and B are described by a contingency table with C columns and R rows. നമ്മുടെ ആ particular example സിയും ആറും 2 ആയിരുന്നത് കൊണ്ട് നമുക്ക് 2x2 contingency table ആയിരുന്നു ഉണ്ടായിരുന്നത്. Okay, അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് we have to calculate chi-square by using the equation. The equation ആണ് sum of I is equal to 1 to C, sum of J is equal to 1 to R, OIJ minus EIJ the whole square divided by EIJ, where OIJ എന്ന് പറയുന്നത് observed frequency ആണ്. Okay, and EIJ is expected frequency. Okay, example like varam. ഇവിടെ ഈ fiction and male. അപ്പൊ എത്ര males ആണ് fictional material or fictional reading use ചെയ്യുന്നതെന്ന് പറഞ്ഞത് actually observed value is 250. Expected value ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന 90 ആണ്. ഈ 250 ഒബ്സർവ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയതുകൊണ്ട് കുറെ പേര് 1500 ആണ് ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത്. ഈ 1500 പേരെ ആക്ച്വലി സർവേ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് 250. 90 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ഇനി എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Here the expected value EIJ is equal to count of AI into count of BJ divided by N. അപ്പം AI എന്ന് പറയുന്നത് മെയിൽ ആയിരുന്നു. So count of male into the count of fiction divided by total count which is 1500. Okay, so അങ്ങനെയാണ് EIJ calculate ചെയ്യുന്നത്. So ഇവിടെ കണ്ടോ E11 count of male which is equal to എത്രയാണ് total males ഉള്ളത്? 300 total male ഉണ്ട്. Count of fiction എത്രയാണ് total fiction ഉള്ളത്? 450 ആണ് total fiction ഉള്ളത്, divided by the total count which is 1500. So 300 into 450 divided by 1500 is equal to കട്ട് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് you will get 90. അങ്ങനെയാണ് ഈ ബ്രാക്കറ്റിൽ കിട്ടിയ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പോസ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള ബ്രാക്കറ്റിലുള്ള എക്സ്പെക്റ്റഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. 360 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കൗണ്ട് ഓഫ് ഫീമെയിൽ ഇൻറ്റു കൗണ്ട് ഓഫ് ഫിക്ഷൻ divided by 1500. Count of female എന്തുവാ? 1200 into count of fiction is 450 divided by 1500. So 1200 into 450 divided by 1500 is equal to നിങ്ങൾക്ക് കിട്ടേണ്ടത് 360 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, now ഈ ഓരോ സെൽസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ chi-square വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ സെല്ലിലാണോ എക്സ്പെക്റ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും നല്ല ഡിഫറൻസ് ഉള്ളത് ആ വാല്യൂസ് ആണ് chi-squareലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഒന്നിനെ മൈനസ് ദി അതർ സ്ക്വയർ ആണല്ലോ ചെയ്യുന്നത്. സോ 1 മൈനസ് ഔട്ട്പുട്ട് മൈനസ് എക്സ്പെക്റ്റഡ് കൂടുതലാണെങ്കിലാണല്ലോ സ്ക്വയർ ചെയ്യുമ്പോൾ കൂടുതൽ വാല്യൂ കിട്ടത്തുള്ളൂ. സോ chi-squareനോട് അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ chi-square കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് അങ്ങനെ തന്നെ അല്ല നമ്മൾ റിസൾട്ട് എടുക്കുന്നത്. വി ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. അതാണ് ഇവിടെ നോക്കുന്നത്. സി, ദ chi-square statistic tests the hypothesis that A and B are independent. So നമ്മുടെ കേസിൽ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരുന്നു? എൻ്റെ കേഴ്സർ നോക്കുക. നമ്മുടെ കേസിൽ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരുന്നു? ജെൻഡറും പ്രിഫേർഡ് റീഡിങ്ങും ആയിരുന്നു.
സോ നമ്മൾ chi-square ടെസ്റ്റിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ജെൻഡറും പ്രിഫേർഡ് റീഡിങ്ങും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് കാണിക്കാനായിട്ട് നോക്കുന്നത്. that there is no correlation. അതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യും? ഫസ്റ്റ് chi-square വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ്? ഇതാണ് ഇക്വേഷൻ, നോക്കിക്കേ. 1 to 2 ആണല്ലോ രണ്ടിന്റെയും കേസിൽ, കാരണം ഇവിടെ നമുക്ക് സിയും ആറും 2 ആ. എന്നിട്ട് OIJ മൈനസ് EIJ, ഓരോ കോമ്പിനേഷന്റെയും OIJ മൈനസ് EIJ. സോ ഇവിടെ 250 മൈനസ് 90 the whole square divided by 90, കാരണം EIJ is 90. Then 50 minus 210 the whole squared divided by 210 plus 200 minus 360 the whole squared divided by 360 plus 1000 minus 840 the whole squared divided by 840. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം ആ ആൻസർ ആണ് 507.93. ദിസ് ഇസ് മൈ chi-square വാല്യൂ. ഇനി ഈ chi-square വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഈ 507 എന്ന് വെച്ചാൽ എന്താ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അത് അടുത്തത് നോക്കുക. Okay, the test is based on a significance level. Okay, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിരിക്കണം. ഇനി തന്നില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് സിഗ്നിഫിക്കൻസ് 0.05. സോ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ അങ്ങ് എടുത്തേക്കാം, 0.05 എന്ന് എടുത്തേക്കാം. ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? R minus 1 into C minus 1. അപ്പൊ നമ്മുടെ കേസിൽ 2 minus 1 is 1 into 2 minus 1 again 1. So ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് നമ്മുടെ കേസിൽ 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ chi-square വാല്യൂ വെച്ചിട്ട് chi-square ടേബിൾ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് അസ്യൂം ദ സിഗ്നിഫിക്കൻസ് ലെവൽ ഇസ് 0.001. ഓക്കെ, സോ chi-square ടേബിൾ എടുക്കണം. അത് അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ chi-square ടേബിൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, സോ chi-square ടേബിളിൽ ലുക്ക്, ദിസ് ഇസ് ദ, ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ കോളം, ഫസ്റ്റ് കോളം ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. സോ ആദ്യത്തെ റോ ആണ് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് ലെവൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് റോയിലെ ഈ വാല്യൂസ്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞത് 0.001 എന്നുള്ളത് സിഗ്നിഫിക്കൻസ് ലെവൽ ആയിട്ട് എടുക്കാനാണല്ലോ പറഞ്ഞത്. സോ ദിസ് ഇസ്, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലാസ്റ്റ് കോളം ആണ് നമുക്ക് വേണ്ടിയ വാല്യൂ ഉള്ളത്. ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ വാല്യൂ ഇസ് 10.828. അപ്പം മനസ്സിലാക്കേണ്ടത് ഹൈപ്പോത്തസിസ് എന്തായിരുന്നു? ഹൈപ്പോത്തസിസ് റീഡിങ്ങും ജെൻഡറും ഇൻഡിപെൻഡന്റ് ആണ്, റീഡിംഗ് പ്രിഫറൻസും ജെൻഡറും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. അതിനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ chi-square വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 10.828. നമ്മുടെ കേസിൽ chi-square വാല്യൂ എന്താ കിട്ടിയത്? 507 കിട്ടിയത്. 10നെക്കാട്ടിലും ഒക്കെ ഒത്തിരി കൂടുതലാണ്. സോ വി റിജക്ട് ദ ഹൈപ്പോത്തസിസ്. ദാറ്റ് മീൻസ് ജെൻഡറും റീഡിങ്ങും ജെൻഡറും റീഡിംഗ് പ്രിഫറൻസും നോട്ട് കോറിലേറ്റഡ് ആണെന്നുള്ളത് തെറ്റാ. ഇറ്റ് ഈസ് കോറിലേറ്റഡ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ chi-square ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട്സ്, ഒന്നുകൂടെ ബാക്ക് ചെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് കേട്ട് ചെക്ക് ചെയ്യ് whether you have understood. And if you have any doubts, of course, feel free to contact. Okay, now correlation coefficient for, that is chi-square test വെച്ചിട്ട് correlation നമ്മൾ കണ്ടുപിടിക്കുന്നത് is for nominal data. ഇനി ന്യൂമറിക് ഡേറ്റ ആണുള്ളതെങ്കിൽ നമ്മൾ Pearson coefficient, correlation coefficient ഒന്നെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ കോവേരിയൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. സോ ഫോർമുല നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുന്നതിനനുസരിച്ചാണ് കാര്യം. ഓക്കെ, നൗ ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് പോസിറ്റീവ് വാല്യൂ ഇസ് ബിറ്റ്വീൻ -1 to +1. RAB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ the value is between -1 to +1. പോസിറ്റീവ് വാല്യൂസ് ആണുള്ളതെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നും
നെഗറ്റീവ് വാല്യൂസ് ആണുള്ളതെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളതെന്നും, 0 ആണ് ആൻസർ കോറിലേഷൻ എങ്കിൽ കോറിലേഷൻ ഇല്ല എന്നുമാണ് അർത്ഥം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പോസിറ്റീവ് കോറിലേഷൻ? എ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിയും ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. എ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബി ഡിക്രീസ് ചെയ്യോ, ബി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എ ഡിക്രീസ് ചെയ്യോ ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിന്റെ കോറിലേഷൻ എങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് 0 വരുവാണെങ്കിൽ നോ കോറിലേഷൻ എന്ന് അർത്ഥം. Okay, so what is the formula? A only for numeric values. Okay, Pearson correlation coefficient is calculated only for numeric values. So calculate the equation ആണ് R A comma B is equal to sigma I is equal to 1 to n AI minus A bar into BI minus B bar divided by n sigma A sigma B. Or ഇതിനെ simplify ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ equation. Sigma I is equal to n AI BI minus n A bar B bar divided by n sigma A sigma B. Okay, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സിമ്പിൾസ് ആണ്. A bar B bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mean of all the values of A and mean of all the values of B. n എന്ന് പറയുന്നത് total number of tuples ആണ്, total number of values. Sigma standard deviation. Okay, now AIBI എന്ന് വെച്ച് കഴിഞ്ഞാൽ ith റോയിലെ A value and ith റോയിലെ B value. So it is the corresponding value of A and B in the ith tuple. Okay, ഇത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് we can do the calculations. Calculation എല്ലാം ചെയ്ത് കഴിയുമ്പോൾ RAB പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ it has positive correlation, നെഗറ്റീവ് ആണെങ്കിൽ it has negative correlation, 0 ആണെന്നുണ്ടെങ്കിൽ it is having no correlation. Okay, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്നർത്ഥം. Now, positive correlation ആണുള്ളതെങ്കിൽ it means that A or B may be eliminated. രണ്ടും related ആണ്. Okay, negative correlation ആണുള്ളതെങ്കിൽ ഒന്നിൽ നിന്നും മറ്റേത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമെന്ന് അർത്ഥം വരുന്നു. Okay, എയും ബിയും 0 R 0 ആണെങ്കിൽ രണ്ടിനെയും നമ്മൾ കീപ്പ് ചെയ്യണം, രണ്ടും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. Now, ഈ കോറിലേഷൻ പിയേഴ്സൺ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ പ്ലോട്ട്സ്. ഓക്കെ, പോയിന്റുകൾ ഈ രണ്ട് എയിലും ബിയിലും ഉള്ള പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്തിട്ട് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഒരെണ്ണം എ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിയും ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് പോസിറ്റീവ് കോറിലേഷൻ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സിലെ ആക്സസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ ആക്സസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, വൈ വാല്യൂസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് കോറിലേഷൻ. ബാക്കിയെല്ലാം ഇസ് അൺകോറിലേറ്റഡ് ഡേറ്റ. ഓക്കെ, ഇതെല്ലാം കാണുന്നത് അൺകോറിലേറ്റഡ് ഡേറ്റ. Now we are going to look at covariance of numeric data. രണ്ട് രീതി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കോറിലേഷൻ. ഒന്ന് by using the correlation coefficient, that is Pearson correlation coefficient, and the other is covariance. Now covariance also നമുക്ക് യൂസ് ചെയ്യാം to calculate the Pearson correlation coefficient. അതുകൊണ്ട് ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും അപ്പം നമുക്ക് ഒന്നിച്ച് പഠിക്കാനായിട്ട് പറ്റും. What is covariance of A, B? Covariance of A, B എന്ന് പറയുന്നത് the expectation of A minus A bar into B minus BR. Okay, so A minus A bar എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ നിന്നും എന്തോരം മാറുന്നുണ്ട് ഓരോ A വാല്യൂ, അത് രണ്ടേയും ബിയുടെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് A B. ഓക്കെ, ആൻഡ് ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ സിഗ്മ ഓഫ് I is equal to 1 to n AI minus A bar into BI minus B bar divided by n. ഓക്കെ, സോ ഇത്രയും ഭാഗം തന്നെ അല്ലേ നമുക്ക് RABയിൽ ഇവിടെ ഉള്ളത്. നോക്കിക്കേ, ഈ സിഗ്മ എയും സിഗ്മ ബിയും കളഞ്ഞു കഴിഞ്ഞാൽ ഇത് കോവേരിയൻസ് അല്ലേ. സോ വാട്ട് ഇസ് RAB? കോവേരിയൻസ് ഓഫ് A, B divided by sigma A sigma B. കണ്ടോ? ഓക്കെ, സോ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ദാറ്റ് ഇസ് ഈ ഇക്വേഷൻ
സിംപ്ലിഫൈ ചെയ്ത് നേരത്തെ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് എന്താന്ന് നോക്കിക്കേ, AI BI മൈനസ് A bar B bar. ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് A dot B, that is dot product of A dot B minus A bar B bar. Okay, and ഇത് കോവേരിയൻസ് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, RAB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും is same as earlier. Okay, so നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, നൗ എക്സാമ്പിളിൽ നമുക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡീവിയേഷൻ ഓഫ് എയും ബിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല. കോവേരിയൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നും വരത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി എക്സ്പെക്ടേഷൻ ഓഫ് അല്ലെങ്കിൽ mean of all electronics, and here we are going to calculate the mean of high tech. So ഇവിടെ all electronics ഇന്റെയും high tech ഇന്റെയും products ന്റെ stock പ്രൈസുകൾ, പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് പ്രൈസ് അല്ല, സ്റ്റോക്കിന്റെ പ്രൈസുകൾ ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നത് അറ്റ് ഡിഫറെന്റ് ടൈം പോയിന്റ്സ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഫൈൻഡ് ദ മീൻ ഓഫ് all these values. So we have A bar is equal to 6 plus 5 plus 4 plus 3 plus 2 divided by 5. That is 4 ആണ്. And B bar is 20 plus 10 plus 14 plus 5 plus 5 divided by 5. That is 10.80. എന്നിട്ട് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് A dot B. A dot B is ഇതിന്റെ dot product in the mean. So 6 into 20 plus 5 into 10 plus 4 into 14 plus 3 into 5 plus 2 into 5 divided by 5. So dot product in the mean എടുത്തു minus നേരത്തെ കണ്ടുപിടിച്ചു A bar is 4 and B bar is 10.80. Minus 4 into 10.80. So we get the value 7. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇതുപോലെയാണോ കിട്ടുന്നത്? 7 എന്ന് പറയുന്നത് is a positive value. Since it is a positive value, we have positive covariance showing that the stock prices of both companies rises together. ഒരെണ്ണം increase ചെയ്യുമ്പോൾ മറ്റേതും increase ചെയ്യുന്നു, ഒരെണ്ണം decrease ചെയ്യുമ്പോൾ മറ്റേതും decrease ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. Okay? Now that is for redundancy എങ്ങനെ ചെക്ക് ചെയ്യും, അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. Now next another possibility for integration is tuple duplication. എപ്പോഴാണ് റോസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ഒന്നെങ്കിൽ if there are 2 or more tuples for a given unique data entry case. അറിയാതെ 2 പ്രാവശ്യം ഡേറ്റ എൻ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് 2 ടപ്പിൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നോർമലൈസേഷൻ ഡീനോർമലൈസ് ചെയ്യുമ്പം നമുക്ക് എന്താ പറയാ, ഡേറ്റ റിഡൻഡൻസി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. Another possibility is inconsistency. പല ഡേറ്റാബേസിൽ കിടന്നത് ഡിഫറെന്റ് ഫോർമാറ്റിലാണ്, അപ്പൊ ഇത് ഒന്നാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ എൻറ്റർ ചെയ്തത് തെറ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിരിക്കാം. ഓക്കെ, പക്ഷെ എല്ലാ ഡേറ്റയും അങ്ങനെ വരണമെന്നില്ല. ഇത് എന്തെങ്കിലുമൊക്കെ റീസൺസും കൊണ്ട് 2 പ്രാവശ്യം ടപ്പിൾ വരുന്നതിന്റെ കാരണങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Okay, now how do we detect conflict and resolve it? Data value ന്റെ conflict detection and resolution. എപ്പോഴാണ് കോൺഫ്ലിക്റ്റ്, എങ്ങനെ കോൺഫ്ലിക്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും? Okay, supposing we have the same entity. Okay, attribute value പക്ഷേ ഡിഫറെന്റ് പേഴ്സൺ ആണ് entity എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇയാളുടെ വെയിറ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ ബ്രിട്ടീഷ് മെട്രിക് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കിലോഗ്രാംസിലായിരിക്കും നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത്. എന്നാൽ അത് തന്നെ US-ലോ വേറെ പല കൺട്രീസിലോ ചിലപ്പം വെയിറ്റ് മെഷർ ചെയ്യുന്നത് പൗണ്ട്സിലായിരിക്കും, ദാറ്റ് ഇസ് മെട്രിക് യൂണിറ്റ്സിലായിരിക്കും
അത് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്നത് കാരണം ഇതിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒരു വാല്യൂ ആക്കുമ്പോഴത്തേനും ഒരാളുടെ വെയിറ്റ് കെ ജിയിലും വേറൊരാളുടെ വെയിറ്റ് പൗണ്ട്സിലും കിടക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് റിലേഷൻഷിപ്പ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ വി ഹാവ് ടു ഡിറ്റക്ട് ദിസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റിസോൾവ് ഇറ്റ്. ഏതെങ്കിലും ഒരു യൂണിറ്റ് ഫിക്സ് ചെയ്തിട്ട് എല്ലാ വാല്യൂസും ആ യൂണിറ്റിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരണം. ദ സെയിം തിങ് ഇസ് ഫോർ കോഡിംഗ്. ഓക്കെ, ഒരിടത്ത് യൂസ് ചെയ്യുന്ന കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറിക്ക് വേണ്ടി ഒന്ന് അവേർലി സാലറി, ഒന്ന് സാലറീഡ് എന്ന് വെച്ചാൽ HOS-ഉം വേറൊരിടത്ത് 1ഉം 2ഉം ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതായിരുന്നു ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ട് എല്ലാ വാല്യൂസും അതിലേക്ക് കൊണ്ടുവരണം എന്നെങ്കിൽ മാത്രമാണ് ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ആബ്സ്ട്രാക്ഷൻ ലെവൽസ്, ഡിഫറൻസസ് ഇൻ ആബ്സ്ട്രാക്ഷൻ ലെവൽസ്. നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ബോണസ് കൊടുക്കുന്നത്, ബോണസ് അല്ല, ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ടോട്ടൽ ഒരു ബ്രാഞ്ചിൽ ടോട്ടൽ എമൗണ്ടേലും വേറൊരു ബ്രാഞ്ചിലും ഓരോ ഐറ്റത്തേലും ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡിഫറൻസ് ഇൻ കാൽക്കുലേഷൻ ഉണ്ട്. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം അതിനനുസരിച്ച് അതിനെ സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഒരു യൂണിറ്റിലേക്ക് അതിനെ കൊണ്ടുവരണം. ആബ്സ്ട്രാക്ഷൻ ലെവൽ, സപ്പോസിങ് നമുക്ക് വേണ്ടിയത് സെയിൽസ് ടോട്ടൽ ആണ്. പക്ഷേ ഒരിടത്ത് ഒരു ബ്രാഞ്ചിൽ ബ്രാഞ്ചിന്റെ സെയിൽസ് ടോട്ടലും വേറൊരു ബ്രാഞ്ചിൽ റീജിയന്റെ സെയിൽസ് ടോട്ടലുമാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ യൂണിഫൈ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് മെത്തേഡ് വേണം. സോ ഇഫ് ദർ ആർ സച്ച് കോൺഫ്ലിക്ട്സ് ബിക്കോസ് ഓഫ് ഡേറ്റ ബീങ് ഇന്റഗ്രേറ്റഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് പല രീതിയിലാണ് പലയിടത്തെങ്കിൽ അതിനെ ഒന്നിച്ചാക്കുമ്പം അത് റിസോൾവ് ചെയ്തിട്ട് വേണം ഒന്നിച്ച് ആക്കാൻ. Okay, so these are the things that we have in data integration. Tomorrow we will be looking at data reduction. I hope you've understood everything that has been taught today. If you have any doubts, as I always say, feel free to contact me. Thank you.